പട്ടികജാതിക്കാർക്ക് വേണ്ടി ഓരോ കൊല്ലം ബഡ്ജറ്റിൽ എത്ര കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇത് വല്ലതും ഈ പാവപ്പെട്ട പട്ടികജാതിക്കാർക്കോ പട്ടികവർഗ്ഗക്കാർക്കോ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അട്ടപ്പാടിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ മധു എന്ന് പറഞ്ഞ ഒരാളെ ആളുകൾ തല്ലിക്കൊന്നില്ലേ? തല്ലിക്കൊന്ന ആൾക്കാരോട് നമുക്ക് ബഹുമാനം തോന്നും. കാരണം അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി കാണുമ്പോൾ അത്ര കഷ്ടമാണ്. അവിടെ ഡൗൺ സിൻഡ്രോം ബാധിച്ച് എത്ര കുട്ടികളുണ്ടെന്നറിയാം? മിക്കവാറും എല്ലാ വീട്ടിലും പ്രായത്തിനൊത്ത വളർച്ചയില്ലാത്ത കുട്ടികൾ, ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ, പോഷകാഹാരം കിട്ടാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ആളുകളെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. ആദിവാസികൾക്ക് വേണ്ടി സർക്കാർ പണി കൊടുത്ത വീടുകളുണ്ട്, കാണേണ്ട കാഴ്ചയാണ്. ആദിവാസികൾക്ക് പൊക്കം കുറവേണ്ടതുകൊണ്ട് ഈ വീടുകൾക്കൊക്കെ ഉയരം കുറഞ്ഞ വാതിലാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ വാതിലിന് കതക് വെച്ചു കൊടുക്കില്ല, വാതിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ പരമദയനീയമാണ്. ഈ മധു എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല. നമ്മൾ വല്ല ഈ ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കയറിയില്ലേ, അവർ വടം പിടിച്ചിട്ട് കയറി. നമുക്ക് വടം പോലും ഇല്ലാതെ കയറി ഇറങ്ങുകയും ചെയ്യണം. അത്ര ബുദ്ധിമുട്ടാണ്. അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു ഗംഭീര പാതയുണ്ട്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് കാണിക്കണം. അതുപോലൊരു പാത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല, ഒരു സമയത്ത് കണ്ടിട്ടില്ല. പാതയില്ല. ഒരു സ്ഥലം വരെ നമുക്ക് ജീപ്പ് പോകുന്ന റോഡുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കല്ലും കട്ടയും മാത്രം. അത്ര കഷ്ടമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ആദിവാസികൾ താമസിക്കുന്നത്. അവർ നന്നാക്കാൻ വേണ്ടി ഓരോ കൊല്ലവും കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ വകവയ്ക്കുന്നുണ്ട്. ഈ പണം മുഴുവനും ഉദ്യോഗസ്ഥന്മാരും മറ്റാളുകൾ ചേർന്ന് വീതം വെച്ചെടുക്കുകയല്ലാതെ ഒരു പ്രയോജനം ഇവർക്ക് ആർക്കും കിട്ടത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ തൃശ്ശൂർ എഡീഷനിൽ വന്നൊരു വാർത്തയാണ്. ആമയെ പിടിച്ച 2 നക്ഷത്ര ആമ. അത് വിശേഷപ്പെട്ട ഒരു എന്താണ് നമ്മൾ റെഡ് ഡേറ്റ ബുക്കിൽ ചേർത്തിട്ടുള്ള ആമയാണ്. ഈ ആമയെ പിടിക്കുന്നത് കുറ്റകരമാണെന്നുള്ള കാര്യം മലവേടന്മാർക്ക് അറിയില്ലായിരുന്നു, ഫോറസ്റ്റുകാർക്ക് മാത്രമേ അറിയൂ. ആമയെ പിടിച്ചു എന്ന് പറഞ്ഞ് 2 മലവേടന്മാരെ അറസ്റ്റ് ചെയ്ത് അവരെ കുറേ ദിവസം ജാമ്യം കിട്ടും. ഇവർ ജാമ്യത്തിലിറക്കാനൊന്നും ആരുമില്ല. ജാമ്യം കിട്ടാതെ കുറേ ദിവസം ജയിലിൽ കിടന്നു. അവസാനം മജിസ്ട്രേറ്റ് ദയ തോന്നിയിട്ട് ജാമ്യത്തിൽ വിട്ടു. പക്ഷേ നിശ്ചിത ദിവസം പോലീസ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഓഫീസിൽ ഒപ്പിടണമെന്നുണ്ടായിരുന്നു. ഇവർ പാവങ്ങളല്ലോ, ഈ ഭരണഘടനാ വ്യവസ്ഥകളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അവർ 3-4 പ്രാവശ്യം ഒപ്പിടാൻ പോയി, പിന്നെ പോയില്ല. പിന്നെ പോകാണ്ട് വന്നപ്പോൾ ഫോറസ്റ്റുകാർ ഒരു ദിവസം ഇവരെ പിടികൂടി പിന്നെയും ജയിലിലാക്കി. അങ്ങനെ 10-40 ദിവസം പിന്നെ ജയിലിൽ കിടന്നു. ഇവരെന്തിനാണ് ജയിലിൽ പോയെന്ന് പോലും ഈ പാവങ്ങൾക്ക് അറിയില്ല. അത് ഇയാൾ എന്താണ് തെങ്ങേറ്റക്കാരനോ മറ്റുമാണ്. തെങ്ങേറാൻ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യ കൊടുങ്ങല്ലൂർ അമ്പലനടയിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുക. ഇത് കണ്ട് മാതൃഭൂമിയുടെ ലേഖനം എങ്ങനെയോ ഇത് അറിഞ്ഞ് ഒരു ബാബു എന്ന് പറഞ്ഞ റിപ്പോർട്ടറാണ് തൃശ്ശൂർ, അതൊരു വാർത്തയാക്കി. ആ വാർത്ത വന്നു, ഇങ്ങനെ ആമയെ പിടിക്കാൻ പോയ ആൾ ജയിലിൽ, ആമക്കേസ്. മാതൃഭൂമി വാർത്ത കണ്ട അവിടുത്തെ ചില ദളിത് ആക്ടിവിസ്റ്റുകളും ഒരു വക്കീലും എല്ലാം കൂടി ഇടപെട്ട് അതൊരു വിഷയമാക്കി അയാൾക്ക് ജാമ്യാപേക്ഷ കൊടുത്ത് ജാമ്യത്തിലിറക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഇവർക്ക് നീതി കിട്ടുന്നത്. കാര്യം പോയ കോടാലി പോലെ നമ്മുടെ മന്ത്രിമാർ ഇങ്ങനെ തെക്ക് വടക്ക് പാഞ്ഞു കിടക്കുകയും പട്ടികജാതിക്കാരെ പട്ടികവർഗ്ഗക്കാരെ കൂടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എല്ലാ ആനുകൂല്യങ്ങളും കടലാസിലുണ്ട്, ഫലത്തിലില്ല. അല്ലേ? ഡോക്ടർ അംബേദ്കറെ കുറിച്ചൊക്കെ ആൾക്കാർ എന്തൊക്കെ സിദ്ധാന്തങ്ങളെ പറഞ്ഞു. VJT ഹാളിൻ്റെ പേര് അയ്യങ്കാളിയുടെ പേരാക്കി മാറ്റിക്കൊണ്ടൊന്നും പട്ടികജാതിക്കാർക്ക് 10 പൈസയുടെ പ്രയോജനം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കോരിത്തരിക്കേണ്ടവർക്ക് കോരിത്തരിക്കാം. പേര് മാറ്റലല്ല കാര്യം, പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവണം. സർക്കാരിൻ്റെ സൗകര്യങ്ങൾ, സർക്കാർ അനുവദിക്കുന്ന സൗജന്യങ്ങൾ ഇവരിലേക്ക് എത്തണം. അല്ലാതെ ചപ്പടാക്കി അടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. മലവേടന്മാർ ജയിലിൽ കിടക്കുകയാണ് 40 ദിവസം. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. നമ്മൾ ശരിക്കും വല്ല രാജ്യത്തിനെതിരെ കലാപം ചെയ്ത കേസാണ്. അല്ല, ആമയെ പിടിച്ച കേസാണ്. ആമയെ പിടിച്ചവൻ ജാമ്യം കിട്ടാതെ കിടന്നേ പോരെ, ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് പിന്നെയും ജയിലിൽ കിടക്കുന്ന അവസ്ഥ. അവർക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ എതിർക്കാനാണ് പഠിക്കേണ്ടത്, എതിർക്കാതിരിക്കാനല്ലേ. എതിർക്കണം. ഇങ്ങനെയുള്ള അനീതികളെ ചോദ്യം ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം.